പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ നടത്തിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രതിരോധ രംഗം നവീകരിക്കാനുള്ള പദ്ധതികളുമായി ഇന്ത്യ 1.05 ലക്ഷം കോടി രൂപയുടെ ആയുധം സംഭരിക്കാനാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത്. ചാരവിമാനങ്ങൾ, മൈൻവാരി കപ്പലുകൾ, പ്രതിരോധ കവച മിസൈലുകൾ, തോക്കുകൾ തുടങ്ങിയവ സംഭരിക്കാനാണ് ഈ തുക വിനിയോഗിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതലും തദ്ദേശീയമായി നിർമ്മിക്കും. ഇന്ത്യയുമായി പ്രതിരോധ രംഗത്ത് സഹകരിക്കുന്ന റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായും കരാറുണ്ടാവും. സെമി സബ്മേഴ്സിബിൾ നിരീക്ഷണ കപ്പൽ, യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിക്കുന്ന 76mm സൂപ്പർ റാപ്പിഡ് തോക്കുകൾ, യുദ്ധക്കപ്പലിനെ ശബ്ദകാന്തിക മർദ്ദ വ്യത്യാസം വഴി തിരിച്ചറിഞ്ഞ് തകർക്കുന്ന മൈനുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയും സംഭരിക്കാനാണ് പദ്ധതി. 12 മൈൻവാരി കപ്പലുകൾക്കായി 44,000 കോടി രൂപ ചെലവിടാനാണ് നീക്കം. 900 മുതൽ 1000 ടൺ ഭാരമുള്ള 12 കപ്പലുകൾ 10 വർഷത്തിനുള്ളിൽ തദ്ദേശീയമായി നിർമ്മിക്കും. കടലിൽ ശത്രുമൈനുകൾ കണ്ടെത്തുന്നതിനും തുറമുഖങ്ങളെ ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാക് ചൈന സഖ്യം ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നീക്കത്തിന് പ്രാധാന്യം നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച തുർക്കി ഡ്രോൺ, ചൈനീസ് മിസൈൽ ഭീഷണികളെ നേരിടാൻ ക്വിക്ക് റിയാക്ഷൻ മിസൈലുകൾക്കായി 36,000 കോടി രൂപ മാറ്റിവെക്കും. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്നവ 30 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ശത്രുവിൻ്റെ ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ തകർക്കും. കരസേനയുടെ 3 റെജിമെൻറ്റുകൾക്കും വ്യോമസേനയുടെ 3 സ്ക്വാഡ്രണുകൾക്കും നൽകും. പാകിസ്ഥാൻ്റെ കയ്യിലുള്ള F-16, JF-17 ഫൈറ്റർ ജെറ്റുകളെ വെല്ലാൻ സുഖോയ് 30 MKI അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാക്കി അപ്ഡേറ്റ് ചെയ്യും. 66,829 കോടി രൂപയാണ് ചെലവ്. തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര 2, അസ്ത്ര 3 മിസൈലുകളും അത്യാധുനിക വിരൂപാക്ഷ റഡാറും ഘടിപ്പിച്ച് സൂപ്പർ സുഖോയ് ആക്കും. നിലവിലെ സുഖോയിലെ R-77 മിസൈലിന് പ്രഹരശേഷി 100 കിലോമീറ്റർ മാത്രമാണ്. അസ്ത്ര MK2-ന് 300 കിലോമീറ്റർ, MK3-ക്ക് 400 കിലോമീറ്റർ ശേഷിയുണ്ട്. DRDO വികസിപ്പിച്ച റഡാർ 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തും. 3-4 വർഷത്തിനുള്ളിൽ 84 വിമാനങ്ങൾ പരിഷ്കരിക്കും. അപകടങ്ങളിൽ തകർന്ന 12 വിമാനങ്ങൾക്ക് പകരം 13,500 കോടി രൂപ ചെലവിൽ 12 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കും. 352 തേജസ് വിമാനങ്ങൾക്കും ഇതിനോടകം ഓർഡർ നൽകിയിട്ടുണ്ട്. ശത്രു സൈനിക താവളങ്ങൾ, സൈനിക നീക്കങ്ങൾ എന്നിവ നിരീക്ഷിക്കുക എന്ന ദൗത്യം നിർവഹിക്കാൻ ഇസ്താർ ചാര വിമാനങ്ങൾക്കായി 10,000 കോടി രൂപ ചിലവാക്കും. സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവ ഘടിപ്പിച്ച ചാര വിമാനമാണ് ഇസ്താർ അഥവാ ഇൻ്റലിജൻസ് സർവലൈൻസ് ടാർഗറ്റ് അക്വിസിഷൻ ആൻഡ് റീകണിസൻസ്. സെൻസറുകൾ DRDO സ്വന്തമായി വികസിപ്പിച്ചെടുക്കും. അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ നേരത്തെ അംഗീകാരം നൽകിയ 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ 3 ഈ മാസവും ബാക്കിയുള്ള ഈ വർഷം നവംബറോടെയും എത്തും. 5,691 കോടി രൂപയാണ് ഇതിനായി ചെലവാക്കിയത്. 2020 ഫെബ്രുവരിയിലാണ് ഇന്ത്യയും US-ഉം കരാറിൽ ഒപ്പുവെച്ചത്. പറക്കും ടാങ്ക് എന്ന അപരനാമത്തിലാണ് അപ്പാച്ചെ അറിയപ്പെടുന്നത്. നിലവിൽ 22 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുണ്ട്.